ഹലോ ഡിയേഴ്സ്, 2026 നീറ്റിന് വേണ്ടി ബയോളജി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ കുട്ടികൾക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാ ദിവസവും ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് ചാപ്റ്റേഴ്സിലെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് തിങ്കിങ്ങിലൂടെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഈ വീഡിയോസിലുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ മ്യൂട്ടേഷൻ ചേഞ്ചസ് ദ DNA template strand codon from TAC to ATC in 3-5- direction. What will be the effect on protein synthesis? Options നോക്കിക്കോ. methionine will still be formed, a stop codon will be formed and translation stops, isoleucine will be incorporated, no effect on translation. ഇവിടെ നോക്കിക്കേ, DNA ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്നെയാണ് അവർ മ്യൂട്ടേഷൻ കാണിക്കാനായിട്ട് തന്നിരിക്കുന്നത്. 3-5- ജീൻ സീക്വൻസ് ആണ്. അപ്പോൾ TAC ATC ആയി എന്നാണ്. അപ്പോൾ നമുക്ക് ശരിക്കും കോഡോൺ എന്ന് പറയുമ്പോൾ DNA ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വേണ്ടേ എടുക്കാൻ. അപ്പോൾ TACക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് mRNAയിൽ AUG ആണ് വരുന്നത്. ആൻഡ് AUG കോഡോൺ കോഡ്സ് ഫോർ മെത്തിയോണൈൻ. പക്ഷേ ഈ TAC ATC ആവുമ്പോൾ mRNAയിലെ കോഡോണ് എന്തായിട്ട് മാറുകയാണ്? UAG ആയിട്ട് മാറും. ആൻഡ് യു നോ ദാറ്റ് UAG ഈസ് എ സ്റ്റോപ്പ് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺ കോഡ്സ് ഫോർ നോ അമിനോ ആസിഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? mRNAയിൽ സ്റ്റോപ്പ് കോഡോൺ എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ വെച്ച് ട്രാൻസ്ലേഷൻ നിൽക്കുകയാണ് അല്ലേ. പിന്നെ അങ്ങോട്ടേക്ക് പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നില്ല, ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും തിയറി നമുക്ക് അറിയണം. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിക്ക്ഡ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷനിൽ നിന്ന് B ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. ഇതൊരു പോയിന്റ് മ്യൂട്ടേഷൻ ആണെന്നും ഈ പോയിന്റ് മ്യൂട്ടേഷൻ നമ്മൾ നോൺസെൻസ് മ്യൂട്ടേഷൻ എന്നും പറയും കേട്ടോ. കാരണം ഒരു കോഡോണിനെ റീപ്ലേസ് ചെയ്ത് ഒരു നോൺസെൻസ് കോഡോൺ, സ്റ്റോപ്പ് കോഡോണാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് മ്യൂട്ടേഷനെ നമ്മൾ നോൺസെൻസ് മ്യൂട്ടേഷൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകൾ പോലും, പ്രത്യേകിച്ച് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഹൈലി കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ വളരെയധികം ട്വിസ്റ്റ് ചെയ്ത് നല്ലോണം കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയുന്ന കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചർ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.